സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ആദരണീയനായ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമായി ഉപവിഷ്ടരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, ഏറെ പ്രിയം നിറഞ്ഞ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ പ്രവർത്തകരെ, പ്രദേശവാസികളെ, സുഹൃത്തുക്കളെ, വലിയ സന്തോഷമുണ്ട്, ഏറെ അഭിമാനമുണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ വരാൻ സാധിച്ചത്. ഡോക്ടർ എൻ ഗോപാലകൃഷ്ണനെ പോലെ യുഗപ്രഭാവനായ 21ാം നൂറ്റാണ്ടിലെ ഹിന്ദു നവോദയത്തിൻ്റെ നേതാവായിട്ടുള്ള, ഇന്ന് നമ്മൾ കാണുന്ന കേരളത്തിലെ ഹൈന്ദവ ജാഗരണത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ഉപജ്ഞാതാവായിട്ടുള്ള മനുഷ്യനെ ഒരു വർഷത്തിനപ്പുറവും അനുസ്മരിക്കാൻ, അദ്ദേഹത്തിന് വേണ്ടി ഇത്രയും പ്രൗഢമായിട്ടുള്ളൊരു വേദിയും സദസ്സും ഒരുക്കാൻ ഈ പാലക്കാട്ടെ പൗരാവലി തയ്യാറായി എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങൾ ഓരോരുത്തരും, എനിക്ക് തോന്നുന്നു ഈ വേദിയിൽ, സദസ്സിലാവട്ടെ വേദിയിലാവട്ടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന മനുഷ്യനുമായി വ്യക്തിപരമായി ബന്ധമുള്ള ആളുകളാണ്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ട് പരിചയമുള്ള ആളുകളാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഇമ്പമുള്ള, സ്നേഹമുള്ള ഒരു ഓർമ്മയെങ്കിലും മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ്. അങ്ങനെയുള്ള ആളുകളോട് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ ആരായിരുന്നു എന്ന് വിശദീകരിച്ച് തരിക വളരെ പ്രയാസമാണ്. കാരണം നമുക്ക് ഓരോരുത്തർക്കും അദ്ദേഹം പലതായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഗുരുതുല്യനായിട്ടുള്ള മനുഷ്യനായിരുന്നു. ഗുരു എന്ന് വിളിക്കാനുള്ള അധികാരം എനിക്കില്ലാത്തത് അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് എന്തെങ്കിലും പഠിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. ഏകലവ്യനെ പോലെ വളരെ മാറി നിന്നുകൊണ്ട് അദ്ദേഹത്തെ കേട്ട് പഠിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ അദ്ദേഹം എന്നോട് വിരലും മുറിച്ച് ചോദിച്ചില്ല, പകരം 5 വിരലും ചേർത്ത് തലയിൽ വെച്ച് അനുഗ്രഹിക്കുകയാണ് അദ്ദേഹം എന്നെ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തോടൊപ്പം ഏറ്റവും അവസാനത്തെ വേദിയിൽ ഉൾപ്പെടെ പങ്കെടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഇന്ന് ഓർത്ത് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ യഥാർത്ഥത്തിൽ കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അവതാര പുരുഷൻ തന്നെയായിരുന്നു. കാരണം ദീർഘനാളത്തെ നാസ്തികതയ്ക്ക്, ദീർഘനാളത്തെ ദൈവനിരാസത്തിന്, ദീർഘനാളത്തെ യുക്തിവാദത്തിൻ്റെ അതിപ്രസരത്തിന് ശേഷം ഒരുപക്ഷെ ഈ സമാജത്തിൻ്റെ, ഈ നാട്ടിലുള്ള സ്വത്വം അല്ലെങ്കിൽ അസ്തിത്വം അല്ലെങ്കിൽ നിലനിൽപ്പ് ഏതാണ്ട് ഇല്ലായ്മയുടെ വക്കത്തെത്തിയിരുന്ന ഒരു ഘട്ടത്ത് ഇതിനെയെല്ലാം പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി അവതരിച്ചിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. 80കളിലെ മലയാളി സമൂഹത്തെ നമുക്കറിയാം. അന്തിത്തിരികൾ തെളിയാത്ത അമ്പലങ്ങൾ ധാരാളമായി കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും ഈ പറയുന്ന ഓരോ വിഭാഗക്കാരുടെയും ഉണ്ടായിരുന്ന പ്രാക്തനമായിട്ടുള്ള ആരാധനാ പദ്ധതികളെല്ലാം കൈമോശം വന്നു പോയിരുന്നു. പറയുന്ന തറവാട്ടിലാണെങ്കിലും കുലദേവത ആരാധനാ പദ്ധതികളാണെങ്കിലും ഇതെല്ലാം ഇല്ലാതായിരുന്നു. പാമ്പുംകാവുകൾ ഏറെക്കുറെ തകർക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. മച്ചിലെ ഭുവനേശ്വരിമാരെല്ലാം കുടിയിറക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. പൂർവ്വദേവതാ പദ്ധതികളെല്ലാം ഏതാണ്ട് കൈമോശം വന്നു കഴിഞ്ഞിരുന്നു. ആ ഒരു സമയത്താണ് സിനിമകളിലൊക്കെ ദേവിക്ക് നേരെ കാർക്കിച്ച് തുപ്പുന്ന നായകന്മാരുണ്ടായിരുന്ന, ആ കാർക്കിച്ച് തുപ്പൽ ആഘോഷിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ മലയാളി ഹിന്ദുവിന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഹൈന്ദവാഭിമാനത്തെ പുനഃസ്ഥാപിക്കുന്നത്, അജ്ഞതയിലും അപകർഷതയിലും അണ്ടുകിടന്നിരുന്ന മലയാളി ഹൈന്ദവന്റെ തലയിൽ ഒരു പക്ഷേ അഭിമാനബോധത്തിൻ്റെ വെള്ളിടി പോലെ അഞ്ഞു പതിക്കുന്ന ഒരു ശബ്ദമായിരുന്നു ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ. ആ വെള്ളിയുടെ വെളിച്ചത്തിലാണ് ഒരു പുതിയ തലമുറ തങ്ങളുടെ പൈതൃകത്തെ, തങ്ങളുടെ സ്വത്വത്തെ, തങ്ങളുടെ പാരമ്പര്യത്തെ വീണ്ടും തിരിഞ്ഞിറങ്ങുന്നതും ആ പാരമ്പര്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ വല്ലാതെ അഭിമാനപൂരിതരായി മാറുകയും ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണനെ അനുസ്മരിക്കുന്നത് അദ്ദേഹം ഇവിടെ ബോധപൂർവം സൃഷ്ടിക്കപ്പെട്ടിരുന്ന ഒരു ബൈനറിയെ തകർത്ത് കളഞ്ഞ മഹാത്മാവ് എന്ന രീതിയിലാണ്. ഇവിടെ വളരെ ബോധപൂർവം ഹിന്ദുധർമ്മത്തിൻ്റെ വിരോധികളായിട്ടുള്ള, ഹൈന്ദവാഭിമാനത്തിനെതിരെ എല്ലാ കാലത്തും വർദ്ധിച്ചിട്ടുള്ള ആളുകൾ നിർമ്മിച്ചു വെച്ചിട്ടുള്ള ഒരു ബൈനറി ഉണ്ടായിരുന്നു. അത് ഭക്തി ഒരു ഭാഗത്തും യുക്തി മറ്റൊരു ഭാഗത്തും എന്നായിരുന്നു. ശാസ്ത്രം ഒരു പക്ഷത്ത് നിൽക്കുന്നു, വിശ്വാസം മറ്റൊരു പക്ഷത്ത് നിൽക്കുന്നു. ഒരു ശാസ്ത്രവാദിക്ക് ഒരിക്കലും വിശ്വാസിയാകാൻ സാധിക്കില്ല, ഒരു വിശ്വാസിക്ക് ഒരിക്കലും ശാസ്ത്രവാദിയാകാൻ സാധിക്കില്ല. നിങ്ങൾ മതവിശ്വാസിയാണെങ്കിൽ, നിങ്ങൾ ഹിന്ദു ആണെങ്കിൽ, നിങ്ങൾ ഹൈന്ദവാഭിമാനിയാണെങ്കിൽ നിങ്ങൾ ശാസ്ത്രവിരുദ്ധനും കൂടിയാണ് എന്നത് അതിൻ്റെ ഒരു സ്വാഭാവിക ഉൽപ്പന്നമായിരുന്നു. ഈ അതിർവരമ്പിനെ, ഈ മതിലിനെ, ഈ വേർതിരിവിനെ തകർത്ത് കളഞ്ഞിട്ടുള്ള ഒരു ഉഗ്രഗർജനമായിരുന്നു ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ. കാരണം സ്വന്തം ജീവിതം കൊണ്ടൊരു ശാസ്ത്രജ്ഞനായിരുന്ന അദ്ദേഹം ആധ്യാത്മിക പ്രഭാഷണത്തിന്റെ മേഖലയിലേക്ക് കടന്നു വന്നപ്പോൾ അതിവിടെ നിർമ്മിക്കപ്പെട്ടിരുന്ന ഈ ഒരു വേർതിരിവിനെ തന്നെ തകർത്ത് കളയായിരുന്നു. 25 വർഷത്തോളം ICHR ശാസ്ത്രജ്ഞനായിട്ട് ജോലി ചെയ്തിട്ടുള്ള ആളാണ്. ഇന്ത്യൻ കൗൺസിൽ ഫോർ ഇൻഡസ്ട്രിയൽ റിസർച്ചിൽ ICIL ശാസ്ത്രജ്ഞനായിട്ട് ജോലി ചെയ്തിരുന്ന ആളാണ് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ അക്കാദമിക മികവ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ അപ്ലൈഡ് കെമിസ്ട്രിയിലും അതേപോലെ തന്നെ
ബയോ കെമിസ്ട്രിയിലും അദ്ദേഹത്തിന് MSc ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഇൻഡസ്ട്രിയൽ സോഷ്യോളജിയിൽ MA ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് പ്ലാൻ ബയോ കെമിസ്ട്രിയിൽ PhD ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് സംസ്കൃതത്തിൽ D.Litt ഉണ്ടായിരുന്നു, ദീർഘകാലത്തെ ശാസ്ത്ര പരിചയം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, 9ഓളം അന്തർദേശീയ ശാസ്ത്ര പുരസ്കാരങ്ങൾ, 6ഓളം ദേശീയ ശാസ്ത്ര പുരസ്കാരങ്ങൾ, 6 പേറ്റന്റുകൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം പേരിലായിട്ടുണ്ടായിരുന്നു, 100 കണക്കിന് പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ടായിരുന്നു. കാനഡയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ട മുതൽ നമ്മുടെ ഇന്ത്യയിലെ തിരുപ്പതിയിലുള്ള നാഷണൽ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റി വരെയുള്ള ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, കോളേജുകളിൽ, സർവകലാശാലകളിൽ വിസിറ്റിംഗ് പ്രൊഫസറും സയന്റിസ്റ്റുമായിട്ട് അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ശാസ്ത്ര പ്രചാരണത്തിന് ധാരാളമായിട്ടുള്ള സംഭാവനകൾ നൽകുകയും അതിൻ്റെ പേരിൽ ആദരിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിൻ്റെ സ്ഥാപകനായിരുന്നു അദ്ദേഹം. ഈ രീതിയിലെല്ലാം വളരെ ബഹുമാന്യമായ, വളരെ സമ്മാനിതമായ, വളരെ ആരാധിതമായിട്ടുള്ള ഒരു ശാസ്ത്രീയ ജീവിതം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഈ പകിട്ടുകളും ഈ അലങ്കാരങ്ങളും ഈ ആലഭാരങ്ങളും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ഹൈന്ദവ ധർമ്മ പ്രചാരത്തിൻ്റെ വേദിയിലേക്ക് കടന്നു വരുമ്പോൾ, അദ്ദേഹം ആധ്യാത്മിക പ്രഭാഷണത്തിൻ്റെ വേദിയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ആധ്യാത്മികതയെ സംബന്ധിച്ച് ഒരു സമൂഹം വളരെ ബോധപൂർവം നിർമ്മിച്ചു വെച്ചിട്ടുള്ള ചില കെട്ടുകഥകൾ സ്വയമേവ തകർന്നു വീഴുകയായിരുന്നു. ഒരുപക്ഷെ ഈ ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും മുഴുവൻ കുത്തകാവകാശം നാസ്തികർക്ക് മാത്രമാണ്. ഈ ആധ്യാത്മികവാദികൾക്ക്, ആത്മീയവാദികൾക്ക് അവർക്ക് ചില സംസ്കൃത സൂക്തങ്ങളും ചില പുരാണ കഥകളും ചില പഴംപുരാണങ്ങളും മാത്രമേ പറയാൻ സാധിക്കൂ. നിങ്ങൾ കഥ പറയൂ, ഞങ്ങൾ കാര്യം പറയാം എന്ന പരിഹാസം നിലനിന്നിരുന്നൊരു സമൂഹത്തിൽ ഈ പറയുന്ന നാസ്തികർക്ക് ഒരിക്കലും സാധ്യമാവാത്തത്രയും അവബോധത്തോടു കൂടി അദ്ദേഹം ശാസ്ത്രത്തെ വിശദീകരിച്ചപ്പോൾ, ആ ശാസ്ത്രത്തിൻ്റെ ഭാരതീയ പൈതൃകത്തെ, ആ ശാസ്ത്രത്തിന് പിന്നിലെ ഭാരതീയ പാരമ്പര്യത്തെ അദ്ദേഹം വിശദീകരിച്ചപ്പോൾ, അദ്ദേഹം ഹിന്ദു ധർമ്മത്തിൻ്റെ ആചരണങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പിന്നിലുള്ള ശാസ്ത്രീയ യുക്തിയും ശാസ്ത്രീയ ദൃഷ്ടിയും വിശദീകരിച്ചപ്പോൾ, ഈ പറയുന്ന ശാസ്ത്രവാദികൾ എന്ന് സ്വയം അവകാശപ്പെടുന്ന ആളുകൾക്ക് ഒരിക്കലും വഴങ്ങാത്ത ശാസ്ത്രീയ പദസഞ്ചയങ്ങൾ കൊണ്ട് അദ്ദേഹം തൻ്റെ അനിതര സാധാരണമായിട്ടുള്ള ശൈലിയിൽ തൻ്റെ ആശയങ്ങൾ വിശദീകരിച്ചപ്പോൾ ഒരു വലിയ ഒരു നുണക്കൊട്ടാരം അവിടെ തകർന്നു വീഴുകയായിരുന്നു. ഭാരതീയ പാരമ്പര്യം ഒരു കാലത്തിലും ശാസ്ത്ര നിരാസമായിരുന്നില്ല, ഒരു കാലത്തും അത് ശാസ്ത്ര നിഷേധമായിരുന്നില്ല. പിന്നെയോ ആധുനികതയും പൗരാണികതയും പരസ്പരം കൈകോർത്തു പോകുന്ന ഒരു സംയുക്തമായിട്ടുള്ള പദ്ധതിയാണ്, പരസ്പര പൂരകമായിട്ടുള്ള ഒരു സംവിധാനമാണ്. വേദവും വർത്തമാനവും തമ്മിൽ ആ നിലയിൽ ഒരു പാരസ്പര്യമുണ്ട് എന്നൊരു ബോധം അവിടെ സൃഷ്ടിക്കപ്പെട്ടു. അക്ഷരാർത്ഥത്തിലൊരു വിപ്ലവമായിരുന്നു, ഒരു വിചാര വിപ്ലവമായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് 21ാം നൂറ്റാണ്ടിലെ ഹൈന്ദവ നവോദയം എന്ന് വിളിക്കുന്നത്. കാരണം ആധ്യാത്മിക പ്രഭാഷണ വേദികളിലേക്ക് ഐൻസ്റ്റീനും ഓപ്പൺഹൈമറും ഒക്കെ ഇറങ്ങി വന്നൊരു കാലമായിരുന്നു. നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമായിരുന്നില്ല 90-കൾക്ക് മുൻപ്. അങ്ങനെ ക്ഷേത്രങ്ങളിലെ ആധ്യാത്മിക പ്രഭാഷണത്തിന്റെ വേദികളിൽ നമ്മൾ ഗായത്രി മന്ത്രത്തിനോടൊപ്പം തന്നെ നമ്മൾ ശാസ്ത്രീയ പദാവലികൾ കേട്ടു തുടങ്ങി. നാസയിലെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റിനെ പറ്റി, ഗായത്രി മന്ത്രത്തിന്റെ സയന്റിഫിക് റെസനൻസിനെ പറ്റി, കിർലിയൻ ഫോട്ടോഗ്രാഫിയിൽ തെളിഞ്ഞിട്ടുള്ള ഓറയെ പറ്റി, ഹാലോ ഫീൽഡിനെ പറ്റി, ഓപ്പൺഹൈമറെ പറ്റി, ഐൻസ്റ്റൈനെ പറ്റി, അല്ലെങ്കിൽ പോയിന്റ് ഓഫ് സിംഗുലാരിറ്റിയെ പറ്റി, ദ ഗ്രേറ്റ് ബാങ്ങിനെ പറ്റി, ബിഗ് ബാങ്ങിനെ പറ്റിയൊക്കെ ആധ്യാത്മിക പ്രഭാഷണ വേദികളിൽ നമ്മൾ കേട്ടു തുടങ്ങിയിട്ടുള്ള കാലമായിരുന്നു. ഒരുപക്ഷെ ശാസ്ത്രത്തിന്റെ മുഴുവൻ കുത്താവകാശം തങ്ങൾക്കാണ് എന്ന് അവകാശപ്പെട്ട് നടന്നിരുന്ന നാസ്തികർ പോലും ഇത്തരത്തിലുള്ള ശാസ്ത്രീയ പദസഞ്ചയങ്ങൾ ആദ്യമായി കേൾക്കുന്നത് ആധ്യാത്മികവാദിയായിട്ടുള്ള ഡോക്ടർ N. ഗോപാലകൃഷ്ണന്റെ വായിലുണ്ടായിരുന്നു. ഇത് സമാജത്തിൽ സൃഷ്ടിക്കുന്ന ഒരു അഭിമാനബോധം ചെറുതല്ല, ഇത് വലിയൊരു ആത്മാഭിമാനം ഒരു സമൂഹത്തിന് സൃഷ്ടിക്കുകയാണ്. കാരണം അത്രത്തോളം നാളും ഹിന്ദുവാണെന്ന് പറയാൻ മടിച്ചിരുന്നൊരു വലിയ സമൂഹം, ഞാൻ ഹിന്ദുവാണ്, ഞാൻ വിശ്വാസിയാണ്, ഞാൻ ഈശ്വരനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്തിരിപ്പനാണ്, ഞാൻ പഴഞ്ചനാണ്, ഞാൻ പുരോഗമന വിരുദ്ധനാണ് എന്ന് ആക്ഷേപിക്കപ്പെടുമോ, അങ്ങനെ പരിഹസിക്കപ്പെടുമോ, ഞാൻ പിന്തിരിപ്പനായി മുദ്ര കുത്തപ്പെടുമോ എന്ന ഭയത്തിൽ സ്വന്തം സ്വത്വത്തെ മറച്ചു പിടിച്ച് നടന്നിരുന്ന ആളുകൾ, സ്വന്തം അസ്തിത്വത്തെ നിഷേധിച്ച് നടന്നിരുന്ന ആളുകൾ അന്ന് ആദ്യമായി അഭിമാനത്തോടു കൂടി തങ്ങളുടെ സത്വത്തെ പുൽകുകയും തങ്ങളുടെ അസ്തിത്വത്തെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഹിന്ദുവാണ് എന്ന് പറയുന്നത് ഒരു അഭിമാനമുള്ള സംഗതിയാക്കി മാറ്റിയെടുക്കുക, വളരെ ക്രിയാത്മകമായി, വളരെ സിസ്റ്റമാറ്റിക്കായി, വളരെ സയന്റിഫിക്കായി അവരവരെ വെറുക്കാൻ പരിശീലിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു ജനതയാണ് നമ്മൾ. ആ ജനതയെ കൊണ്ട് ഹിന്ദുവാണെന്നതിൽ ഞാൻ അഭിമാനിക്കൂ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു വലിയ പ്രവർത്തനമാണ്. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഉണ്ടായിട്ടുള്ളതല്ല മലയാളി ഹിന്ദുവിന്റെ അപകർഷതാബോധം. അത് പതിറ്റാണ്ടുകൾ കൊണ്ട്, നൂറ്റാണ്ടുകൾ കൊണ്ട് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യവസ്ഥയാണ്.
ഒരുപക്ഷെ നമ്മുടെ ചരിത്രം, നമ്മുടെ അക്കാഡമിയ, നമ്മുടെ മീഡിയ, നമ്മുടെ ഇന്റലിജൻസിയ, ഇവരെല്ലാവരും കൂടി ചേർന്ന് വളരെ സംയോജിതമായി, സംയുക്തമായി, സംഘടിതമായി, ആസൂത്രിതമായി നടപ്പിലാക്കിയിട്ടുള്ളൊരു പദ്ധതിയാണ് ഹിന്ദുവിന്റെ അപാർഷതാബോധം. നമ്മുടെ ചരിത്ര പുസ്തകങ്ങൾ പോലും നിർമ്മിക്കപ്പെട്ടിട്ടില്ല അങ്ങനെയാണ്. കണ്ടിട്ടില്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ ചരിത്ര പുസ്തകങ്ങളുടെ ഒരു കൗതുകം? പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഹിസ്റ്ററി ടെക്സ്റ്റുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹിസ്റ്ററി പുസ്തകത്തിനെ മൂന്നാക്കിയിട്ടാണ് ഭാഗിച്ചിട്ടുള്ളത്. ആൻഷ്യന്റ് ഇന്ത്യ, മിഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ. ആൻഷ്യന്റ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഈ BCEക്ക് പുറകിലോട്ട്, ബിഫോർ കോമൺ എറയ്ക്ക് പുറകോട്ടുള്ള കാലമാണ്. അതിൽ നമ്മൾ ഹരപ്പ, മോഹൻജദാരോ, ഇൻഡസ് വാലി സിവിലൈസേഷൻ, പഴയ കാലഘട്ടത്തിലുള്ള ഈ പറയുന്ന ഏർലി അയൺ ഏജ്, ആ പീരീഡിനെ പറ്റിയൊക്കെയാണ് പറയാം. ആ സമയത്തുള്ള എന്താ പറയുക, സമയത്തുള്ള ഗവേഷണങ്ങളിൽ കണ്ടെത്തിയിട്ടുള്ള സാധനങ്ങൾ, സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടെടുക്കപ്പെട്ട നഗരങ്ങളെയൊക്കെ പറ്റി പറയും. പിന്നെ പറയുന്നത് എന്താണ്? മിഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന പീരീഡ്. മിഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന പീരീഡ് തുടങ്ങുന്നത് 10ാം നൂറ്റാണ്ട് മുതൽക്കാണ്. അതായത് ഏർലി ഇസ്ലാമിക് ഇൻവേഷൻസ് മുതലാണ്. അതിനു മുമ്പുള്ള ഒറ്റ ചാപ്റ്ററിൽ 1ാം നൂറ്റാണ്ട് മുതൽ 10ാം നൂറ്റാണ്ട് വരെയുള്ള ഏർലി ഹിന്ദു കിങ്ഡംസ് എന്നുകൊണ്ട് ഒറ്റ ചാപ്റ്ററിൽ നമ്മൾ ഒരു 16 രാജവംശങ്ങളെ പറ്റി ഒറ്റയടിക്ക് പറഞ്ഞു പോകും. അതിനുശേഷം 2ാമത്തെ ചാപ്റ്ററിൽ ഗോറിയുടെ അറ്റാക്ക്, ഗസ്നിയുടെ അറ്റാക്ക് എന്നുകൊണ്ടാണ് തുടങ്ങുന്നത്. പിന്നെ ഡൽഹി സുൽത്താനേറ്റ് കഴിഞ്ഞാൽ പിന്നെ മുഗൾ എംപയർ ആരംഭിക്കുക. മുഗൾ എംപയർ ആണ് ദ ഗ്ലോറിയസ് പീരീഡ് ഓഫ് മിഡീവൽ ഇന്ത്യ. അവിടെ നമ്മൾ ഓരോ രാജാവിനെ പറ്റിയിട്ടും ഓരോ പാഠങ്ങൾ പഠിക്കും. മഹാനായിട്ടുള്ള ബാബർ, മഹാനായിട്ടുള്ള അക്ബർ, മഹാനായിട്ടുള്ള ഹുമയൂൺ, മഹാനായിട്ടുള്ള ഔറംഗസേബ്, മഹാനായിട്ടുള്ള ഷാജഹാൻ. കഴിഞ്ഞിട്ടില്ല. ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥന്മാരായിരുന്ന ഗവർണർ ജനറൽമാരെ പറ്റിയും പഠിക്കും ഓരോ പാഠം അല്ലെ. ലോർഡ് കോൺവാലിസ്, ലോർഡ് വെല്ലസ്ലി, ലോർഡ് ഇർവിൻ, ലോർഡ് കഴ്സൺ, ഇവരുടെയൊക്കെ ഭരണകാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ പഠിക്കും. ഇവരാരായിരുന്നു? 1958 മാത്രമാണ് ബ്രിട്ടീഷ് ക്രൗൺ നേരിട്ടിട്ട് ഇന്ത്യയുടെ ഭരണം ഏറ്റെടുക്കുന്നത് അല്ലെ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പുറപ്പെടുവിക്കുന്നത് ഫസ്റ്റ് ചാർട്ടർ വരുന്നത് 1958 ക്വീൻ എലിസബത്തിനെ ഇന്ത്യയുടെ രാജ്ഞിയായിട്ട്, ചക്രവർത്തിനിയായിട്ട് അവരോധിക്കുന്നത് പോലും 1976 മാത്രമാണ്. 1958 വരെ, അതായത് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ഇൻഡിപെൻഡൻസ്, 1ാം സ്വാതന്ത്ര്യ യുദ്ധം 1857, അത് നടക്കുന്നത് വരെയുള്ള പീരീഡ് കമ്പനി റൂളാണ്. കമ്പനിയെ ഭരിക്കുന്നത്. ഒരു എന്താ പറയുക, കച്ചവടം ചെയ്യാൻ വേണ്ടി വന്നിട്ട് ഇവിടെ ഉപജാപം നടത്തി നാട്ടുകാരെ, രാജാക്കന്മാരെ പരസ്പരം തമ്മി തല്ലിച്ചിട്ട് അതിൽ സൂത്രത്തിൽ അധികാരം പിടിച്ചെടുത്തുള്ള ഒരു കമ്പനി യാതൊരു നിയാമക ധാർമ്മികതയും ഇല്ലാതെ ചൂഷണാധിഷ്ഠിതമായിട്ട് നടത്തുന്ന ഒരു ഭരണം. ആ കമ്പനിയുടെ ഉദ്യോഗസ്ഥന്മാരുടെ ഭരണപരിഷ്കാരങ്ങളെ പറ്റിയിട്ടാണ് നമ്മുടെ കുട്ടി പഠിക്കുന്നത്. ലോർഡ് ഇർവിന്റെ ഭരണപരിഷ്കാരങ്ങൾ എന്ത്? ഇത് നമ്മുടെ മിഡീവൽ ഇന്ത്യയാണ്. മോഡേൺ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താ? മോഡേൺ ഇന്ത്യ എന്ന് പറഞ്ഞെങ്കിൽ 1920 to that 1920 ശേഷം, അതായത് ഗാന്ധിയുടെ വരവോട് കൂടിയിട്ടാണ് മോഡേൺ ഇന്ത്യ ആരംഭിക്കുന്നത്. ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ ട്രെയിൻ ഇറങ്ങിയല്ലോ, അവിടെ നിന്ന് തൊട്ടിട്ടാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഈ പറയുന്ന 1917 ഫസ്റ്റ് വേൾഡ് വാർ, 1914 to 1918 ഫസ്റ്റ് വേൾഡ് വാർ മുതൽ ഇവിടെ ആരംഭിക്കുന്നു. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, പിന്നെ അങ്ങനെ ഇവിടെ ആരംഭിക്കുകയാണ് സ്വാതന്ത്ര്യം വരെയുള്ള സമയം. പക്ഷെ ഇതിന്റെ ഇടയിൽ വലിയൊരു പീരീഡ് നഷ്ടപ്പെട്ടു പോയി. 1ാം നൂറ്റാണ്ടിനും 10ാം നൂറ്റാണ്ടിനും ഇടയ്ക്കുള്ള ഈ രാജ്യത്തിന്റെ 1000 കൊല്ലത്തെ ചരിത്രം, ഈ പറയുന്ന മുഗൾ ഡൈനാസ്റ്റി ആയിക്കോട്ടെ, അവർക്ക് മുൻപേയുള്ള ഈ പറയുന്ന ഡൽഹി സുൽത്താനേറ്റ് ആയിക്കോട്ടെ, അതിനു മുമ്പുള്ള ഗസ്നി ആവട്ടെ, അതിനു മുമ്പുള്ള ഗോറി ആവട്ടെ, ഇവരൊക്കെ ഇന്ത്യയിലേക്ക് വരാനുണ്ടായിരുന്നൊരു കാരണമുണ്ടല്ലോ. ഇവരൊക്കെ ഇന്ത്യയിലേക്ക് സ്ഥലം കാണാന്ന് വിചാരിച്ച് വന്നതല്ല, ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സ്വത്ത് കൊള്ളയടിക്കണം എന്ന് ആഗ്രഹിച്ച് വന്നതാ. ഈ സ്വത്ത് ഇന്ത്യ ഉണ്ടാക്കിയിട്ടുള്ളൊരു കാലഘട്ടം ഉണ്ടല്ലോ, ഈ വെൽത്ത് അക്യുമുലേറ്റ് ചെയ്തിട്ടുള്ള പീരീഡ്, ഗോൾഡൻ പീരീഡ് എന്ന് വിളിക്കുന്ന, രാജ്യത്തെ സുവർണ പക്ഷി, സോനേക്ക ചിടിയ എന്ന് വിളിച്ചിരുന്ന ഒരു കാലമുണ്ട്. ആ കാലഘട്ടത്തെ പറ്റി നമ്മുടെ ചരിത്ര പുസ്തകങ്ങൾ അപാരമായിട്ടുള്ള മൗനമാണ് പുലർത്തുന്നത്. 1ാം നൂറ്റാണ്ട് മുതൽ 10ാം നൂറ്റാണ്ട് വരെയുള്ള പീരീഡ്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനത്തെ ചർച്ചയൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ കുട്ടികളോട് ചോദിക്കും, അക്ബറിന്റെ ഭാര്യയുടെ പേര് പറയാൻ പറ്റുമോ, കാമുകിയുടെ പേര് പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയും. അനാർക്കലി എന്നൊക്കെ കാമുകിയുടെ പേര് പറയും. ഷാജഹാന്റെ എത്രാമത്തെ ഭാര്യയായിരുന്നു മുംതാസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4ാമത്തെ ഭാര്യ എന്ന് കൃത്യമായിട്ട് പറയും. ഞാൻ പറയും, ഇന്ത്യയുടെ ഗോൾഡൻ പീരീഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഗുപ്ത ഡൈനാസ്റ്റിയുടെ പീരീഡാണ്. ഗുപ്ത ഡൈനാസ്റ്റിയിൽ ഏതെങ്കിലും 3 രാജാക്കന്മാരുടെ പേര് പറയാൻ പറ്റുമോ? സാധിക്കില്ല. ദക്ഷിണേന്ത്യയിൽ ഭരിച്ചിട്ടുള്ള ഏതെങ്കിലും രാജവംശങ്ങളുടെ പേര് പറയാൻ പറ്റുമോ? അവനവൻ്റെ നാട് ഭരിച്ചിട്ടുണ്ടല്ലോ, കോഴിക്കോട്. ഇപ്പൊ നമ്മുടെ ഇടയിൽ ഇരിക്കുന്നുണ്ടല്ലോ, ഒരു രാജവംശം, വെട്ടത്ത് രാജവംശമാണ്. വെട്ടത്ത് രാജവംശത്തിനെ പറ്റിയിട്ട് ഏതെങ്കിലും മലയാളി കുട്ടി പഠിച്ചിട്ടുണ്ടോ? ഡൽഹി സുൽത്താനേറ്റിനെ പറ്റി പഠിച്ചിട്ടുണ്ടല്ലോ, വെട്ടത്ത് രാജവംശത്തിനെ പറ്റി, തിരുവിതാംകൂർ മഹാരാജാക്കന്മാരെ പറ്റി, കോഴിക്കോട് സാമൂതിരിനെ പറ്റി ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഏതെങ്കിലും 2 രാജാക്കന്മാരുടെ പേര് പറയാൻ പറ്റുമോ? ചേര, ചോള, പാണ്ഡ്യ, രാഷ്ട്രകൂട, ചാലൂക്യ, പല്ലവ, ദക്ഷിണേന്ത്യയിൽ ഉണ്ടായിട്ടുള്ള 6-7 ഭരണകൂടങ്ങൾ. ഇതിലെ പാണ്ഡ്യ എന്ന് പറയുന്നത് ലോങ്സ്റ്റ് റെയിനിങ് എംപയർ ഓഫ് ഇന്ത്യയാണ്. 1st century BCE to 11th century AD.
ഏതാണ്ട് 1200 വർഷത്തോളം രാജ്യം ഭരിച്ചിട്ടുള്ള ഒരു രാഷ്ട്ര പദ്ധതിയാണ് പാണ്ഡ്യാസിലെ ഒരു രാജാവിന്റെ പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിക്കും പറയാൻ പറ്റില്ല. പക്ഷെ മുംതാസ് ഷാജഹാന്റെ 4ാമത്തെ ഭാര്യയായിരുന്നു, അക്ബറിന്റെ 4ാമത്തെ കാമുകിയുടെ പേരെന്തായിരുന്നു, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ 3ാമത്തെ ഗവർണർ ജനറലിന്റെ പേരെന്തായിരുന്നു പറയും. കാരണം ഈ രാജ്യം അടിമയായിരുന്ന കാലത്തെ ചരിത്രമാണ് നമ്മൾ ചരിത്രം എന്ന പേരിൽ പഠിപ്പിച്ചത്. ഈ രാജ്യം ഭരിച്ചിരുന്ന കാലത്ത്, ഈ രാജ്യം പ്രൗഢി ഉണ്ടായിരുന്ന കാലത്ത്, ഈ രാജ്യത്തിന് പ്രതാപം ഉണ്ടായിരുന്ന കാലത്ത്, ഈ രാജ്യത്തിന് സമ്പത്ത് ഉണ്ടായിരുന്ന കാലത്ത്, ആ കാലഘട്ടത്തിൽ നമ്മുടെ ചരിത്ര പുസ്തകം രേഖപ്പെടുത്തുന്നതേ ഇല്ല. ഈ 1st സെഞ്ച്വറി ടു 5th സെഞ്ച്വറി ഇന്ത്യയുടെ വേൾഡ് GDP-യിലെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 42% ആണ്. ലോകത്തെ മൊത്തം GDP-യുടെ 42% വരുന്നത് ഈ ഇന്ത്യയിൽ നിന്നാണ്. 5ാം നൂറ്റാണ്ട് വരെ ഈ ഗുപ്ത എംപയർ ഒക്കെ ഭരിക്കുന്നത് വരെയുള്ള പീരീഡ്. ഈ 10ാം നൂറ്റാണ്ടിൽ ഏർലി ഇസ്ലാമിക് ഇൻവേഷൻസ് ഒക്കെ ആരംഭിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ GDP കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 33% ആണ്. ലോക GDP-യുടെ 1/3 ഭാഗം. ഇസ്ലാമിക് ഇൻവേഷൻസ് ഉണ്ടാവുന്നു. ഈ പറയുന്ന ഗോറി ഗസ്തി, അതൊന്നും ഇൻവേഷൻസ് അല്ല, റെയ്ഡ്സ് ആണ്. ടൈമൂറിന്റെ ഇൻവേഷൻ ഉണ്ടാവുന്നുണ്ട്. അതിനുശേഷം ഈ പറയുന്ന ഡൽഹി സുൽത്താനേറ്റ് ഉണ്ടാവുന്നുണ്ട്. മുഗൾ ഡൈനാസ്റ്റി ഉണ്ടാവുന്നുണ്ട്. 16ാം നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ ലോക GDP-യിലെ കോൺട്രിബ്യൂഷൻ 24%. ലോക GDP-യുടെ 4/1 ഭാഗം ഇന്ത്യയിൽ നിന്നാണ്. അപ്പോഴും 16ാം നൂറ്റാണ്ടിലും 19ാം നൂറ്റാണ്ടായപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോകുന്ന കാലമായപ്പോൾ 1947 ആയപ്പോൾ ഇന്ത്യയുടെ വേൾഡ് GDP-യിലെ കോൺട്രിബ്യൂഷൻ 2%. എന്താണ്, ഒരു സബ് സഹാറൻ രാജ്യത്തെക്കാൾ താഴ്ന്ന ജീവിത നിലവാരമുള്ള ഒരു രാജ്യത്തെ 2 നൂറ്റാണ്ട് കൊണ്ട് മാറ്റിയെടുത്തിട്ടുള്ള പരിഷ്കരണത്തിന്റെ പേരാണ് ബ്രിട്ടീഷ് ഭരണം. എന്നിട്ട് നമ്മുടെ ആൾക്കാർ ഇപ്പോഴും പറയുന്നത് ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ട് നമുക്ക് നന്നായി ഇംഗ്ലീഷ് പറയാനായി അല്ലെ. നമ്മളെ വളരെ സാംസ്കാരികമായി ഉദ്ധരിപ്പിച്ചിട്ടുള്ള ആ ഭരണത്തിന്റെ പേരാണ് ബ്രിട്ടീഷ് ഭരണം. അവർ ഭരിച്ചുകൊണ്ടെന്താ നമ്മൾ നല്ല സംസ്കാരമുള്ള, നല്ല ഇംഗ്ലീഷ് പറയുന്ന, ആധുനിക സൗകര്യങ്ങളും സങ്കേതങ്ങളും ഒക്കെ ഉള്ള രാജ്യമായി. കക്കാൻ വേണ്ടി വീട്ടിൽ വന്ന കള്ളൻ കോണി എടുക്കാൻ മറന്നപ്പോൾ കള്ളം വന്നുകൊണ്ട് വീട്ടിലേക്ക് ഒരു കോണി കിട്ടി എന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മൾ. കള്ളൻ കോണി കൊണ്ടുവന്നത് നമുക്ക് സൗകര്യം ഉണ്ടായിക്കോട്ടെ വെച്ചിട്ടല്ല, ഇയാൾക്ക് ഓട് ഇളക്കി കയറണമെങ്കിൽ മുകളിൽ കയറാൻ വേണ്ടിയിട്ടാ. അങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ഇവിടെ തീവണ്ടി ഉണ്ടാക്കിയതും ഇവിടെ ടെലിഫോൺ ഉണ്ടാക്കിയതും ഇവിടെ ഈ പറയുന്ന സംവിധാനങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയതും മോഷ്ടിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. കള്ളന് കട്ടപ്പാല പോലെയാണ് ബ്രിട്ടീഷുകാർക്ക് സാങ്കേതിക വിദ്യ. ഇതില്ലെങ്കിൽ കേരളത്തിലേക്ക് റെയിൽവേ ട്രാക്ക് ആദ്യം വന്ന് നിലമ്പൂരിന്റെ തേക്ക് കടത്താൻ വേണ്ടിയിട്ടല്ലേ? അതല്ലെങ്കിൽ ഓരോ സംവിധാനം ഉണ്ടായത് എങ്ങനെയാണെന്ന് പഠിച്ചു നോക്കും. അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെ ആയിട്ടുള്ളൊരു സമയത്തിന് ശേഷമാണ് ഇതിനെയാണ് നമ്മൾ വലിയ സംസ്കാരം നമ്മൾ വിളിക്കുന്നത്. പക്ഷേ ലോകത്തിന്റെ 42% മുതൽ 33% വരെ വെൽത്ത് കൈകാര്യം ചെയ്തിരുന്ന ഒരു രാജ്യം, ലോകത്തിലെ ഏറ്റവും സമൃദ്ധമായിട്ടുള്ള രാജ്യം, അതിലെ ഏറ്റവും വികസിതങ്ങളായിട്ടുള്ള രാജവംശങ്ങൾ, അതിലെ ഏറ്റവും പ്രതാപികളായിട്ടുള്ള രാജാക്കന്മാർ, ഈ ചരിത്രം നമ്മൾ പഠിക്കുന്നില്ല. എങ്ങനെ നമ്മുടെ ആളുകൾക്ക് ആത്മാഭിമാനം ഉണ്ടാവും? ഇന്ത്യൻ ചരിത്രം പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇന്ത്യയെ പറ്റി ഉണ്ടാവുന്ന കാഴ്ചപ്പാട് ഇതെല്ലാ കാലത്തും വല്ലവനാലും അധിനിവേശം ചെയ്യപ്പെട്ട, വല്ലവനാലും അടിച്ചമർത്തപ്പെട്ട, വല്ലവനാലും ഭരിക്കപ്പെട്ടിട്ടുള്ള രാജ്യമാണ്. ആരൊക്കെ വന്നവരോടൊക്കെ നമ്മൾ തോറ്റു. ആരൊക്കെ വന്നു അവരൊക്കെ നമ്മളെ ഭരിച്ചു. ആരൊക്കെ വന്നു അവരെല്ലാം നമ്മളെ കീഴ്പ്പെടുത്തി. നമ്മളൊരു തോറ്റ ജനതയാണ്, പരാജയപ്പെട്ട സമൂഹമാണ്. നമ്മൾ ഒരിക്കലും ജയിച്ചിട്ടില്ല എന്നാണ്. ആ ബോധമാണ് നമ്മുടെ അപകർഷതാബോധമായിട്ട് മാറുന്നത്. ആ ബോധമാണ് നമ്മുടെ ഇംഗ്ലീഷ് വിധേയത്വമായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ നമുക്ക് എന്ത് വേണം തോന്നുന്നത്, എങ്ങനെയെങ്കിലും ഒന്ന് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഏതെങ്കിലും നാട്ടിലേക്ക് കടന്നു കിട്ടിയാൽ മതി തോന്നുന്നു. ഈ അപകർഷതാബോധം കാലങ്ങൾ കൊണ്ട് അക്യുമുലേറ്റ് ചെയ്ത് കിട്ടിയപ്പോഴാണ് കേരളത്തിലൊരു സാഹചര്യം വന്നപ്പോൾ ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ പോലും ഇവിടെ കുട്ടികളെ കിട്ടുന്നില്ല. കാരണം നിങ്ങൾ നിരന്തരമായിട്ട് ഇങ്ങനെ അവനവനെ വെറുക്കാൻ പഠിപ്പിച്ചാൽ പിന്നെ എങ്ങനെയാണ് മനുഷ്യന്മാർ ഈ നാട്ടിൽ ജീവിക്കുക? അപ്പോൾ അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് സെൽഫ് ഹേറ്റഡ് പരിശീലിപ്പിച്ചെടുത്തുള്ള ഒരു സമൂഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാഭിമാനത്തിൻ്റെ ആ തിരിയെ വീണ്ടും കൊളുത്തുക, ആ ജനതയെ ആത്മാഭിമാനത്താൽ പ്രചോദിതരാക്കുക, ആ ജനതയെ അവനവന്റെ സ്വത്വത്തെ പുൽകാൻ പ്രേരിപ്പിക്കുക എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിലൊരു വിപ്ലവമാണ്. അസാധ്യമെന്ന് തോന്നുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണനെ പോലെയുള്ള ആളുകൾക്ക് ഇത് സാധിച്ചിട്ടുണ്ട്. 1990-കളിൽ നോക്കൂ, 1987 ബാലറ്റിലൂടെ ആദ്യത്തെ സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ അവനവനോട് മതം നിഷേധിക്കാനാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. മലയാളി ഹിന്ദുവിനോട് ഒരിക്കലും നീ നിന്റെ സ്വത്വത്തെ പറ്റി പറയരുത്, നീ നിന്റെ സ്വത്വത്തെ പറ്റി ചിന്തിക്കരുത്, നീ നിന്റെ സ്വത്വത്തെ പ്രഘോഷിപ്പിക്കരുതെന്നാണ് പറഞ്ഞത്. അങ്ങനെ തുടർച്ചയായിട്ട് 4 പതിറ്റാണ്ട് കാലം ഈ ഒരു മതേതര സംവിധാനത്തിന് കീഴിൽ ജീവിച്ച് അതിനോട് പരിചയിച്ച് ആ രീതിയുടെ ഭാഗഭാക്കായി മാറിയിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ ഉള്ളിൽ നിന്ന്, ചാരത്തിൽ നിന്ന് കനൽ വീണ്ടും ചികഞ്ഞെടുക്കുന്നത് പോലെ കുറേ മഹാമനീഷികളായിട്ടുള്ള ആളുകൾ നിരന്തരമായിട്ടുള്ള അധ്വാനത്തിലൂടെ, നിരന്തരമായിട്ടുള്ള പ്രയത്നത്തിലൂടെ എത്ര കാലം ചാരം മൂടിക്കിടന്നാലും ഇതിൻ്റെ ഉള്ളിലൊരു കനൽ ബാക്കി ഉണ്ടാവും എന്നുള്ള ഉറപ്പോടുകൂടി പരിശോധിച്ചപ്പോഴാണ് 90-കളിൽ വീണ്ടും
തീ ഉണ്ടായത്. കാരണം അത് ഈ രാജ്യത്തിന്റെ സംസ്കാരമാണ്. എത്ര കാലം ചാരം മൂടി കിടന്നാലും, എത്ര കാലം കല്ലിനും കട്ടയ്ക്കും അവശിഷ്ടങ്ങൾക്കിടയിൽ കിടന്നാലും, അവസാനം സമയമാകുമ്പോൾ അയോധ്യയിൽ നിന്ന് പ്രഭു ശ്രീരാമൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റതുപോലെ ഈ സംസ്കാരം വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. ഇത് എന്താണ്? പരാജയങ്ങളെ പോലും വിജയങ്ങളാക്കിയിട്ടുള്ള സംസ്കാരമാണ്. ദുരന്തങ്ങളെ പോലും സാധ്യതകളാക്കി മാറ്റിയിട്ടുള്ള സംസ്കാരമാണ്. വെല്ലുവിളികളെ പോലും അവസരങ്ങളാക്കി മാറ്റിയിട്ടുള്ള സംസ്കാരം. ഈ സംസ്കാരത്തിന്റെ സ്വഭാവം അങ്ങനെയാണ്. ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, ഇവിടെ ഇണക്കിളികളിൽ ഒന്ന് അമ്പേറ്റ് വീണ ദുരന്തത്തിൽ നിന്നാണ് ആദ്യത്തെ മഹാകാവ്യം ഉണ്ടാകുന്നത്. എല്ലാ മഹാരഥന്മാരും ഒന്നിച്ചു മരിച്ചു വീഴുന്ന യുദ്ധഭൂമിയിൽ നിന്നാണ് ഇവിടുത്തെ ജയത്തെ സംബന്ധിക്കുന്ന ഇതിഹാസം ഉണ്ടാകുന്നത്. യുദ്ധഭൂമിയിൽ വെച്ച് അർജുനനൊരു ദൗർബല്യം ഉണ്ടായിട്ട് കയ്യിൽ നിന്ന് വില്ലൂർന്ന് വീണപ്പോ ദൗർബല്യത്തെ അല്ല, എത്രയോ തലമുറകളെ ജ്ഞാനം കൊണ്ട് ബലവാന്മാരാക്കിയിട്ടുള്ള ഗീതയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. രാമനൊരു ദൗർബല്യം ഉണ്ടായപ്പോൾ അത് ജ്ഞാനം കൊണ്ടൊരു സമൂഹത്തെ ആകെ പ്രസരിപ്പിച്ച യോഗവാസിഷ്ടമായിട്ടാണ് മാറിയത്. അതുകൊണ്ട് തന്നെ എത്ര തവണ തകർത്തെന്നും പരാജയപ്പെടുത്തിയെന്നും തലയേറ്റ് കളഞ്ഞെന്നും തോന്നുന്നു, അവിടെ നിന്നെല്ലാം ശത്രുക്കളെ പോലും വിസ്മയിപ്പിച്ചുകൊണ്ട് മുറുകൂടി വരാനൊരു അത്ഭുത ശേഷി ധർമ്മത്തിനുണ്ട്. ചാരത്തിൽ നിന്ന് സ്വയം ഉയർക്കുന്ന ഫിനിക്സ് പക്ഷിയെ പോലെ എങ്ങനെയാണോ ഒരു നൂറ്റാണ്ട് മുൻപ് കൊത്തിയരിയപ്പെട്ടിടത്ത് നിന്ന് മലബാറിലെ ഹിന്ദു വീണ്ടും ഉയർത്തെഴുന്നേറ്റ് അവന്റെ പൂർവികർ നേരിട്ടിട്ടുള്ള യാതനകളുടെ കഥ ഈ സമൂഹത്തോട് വീണ്ടും വിളിച്ചു പറഞ്ഞത്, അതുപോലെ തകർത്തെന്ന് കരുതുന്നിടത്ത് നിന്ന് വീണ്ടും ഉയർത്തെഴുന്നേൽക്കാനുള്ള ശേഷിയാണ് ഈ ധർമ്മത്തിന്റെ സ്വഭാവം. അതുകൊണ്ടാണ് ഈ ധർമ്മം സനാതനമായത്. ഈ ധർമ്മം സനാതനമാവുന്നത് അതിന് ആരംഭം എന്നതുപോലെ തന്നെ അവസാനവും ഇല്ലാത്തത് കൊണ്ടാണ്. ആ അവസാനമില്ലായ്മയിൽ ആ സനാതനത്വത്തിൽ ഉറപ്പിച്ചത് കൊണ്ടാണ്, ആ സനാതനത്വത്തിൽ ഉറച്ചു വിശ്വസിച്ചത് കൊണ്ടാണ് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണനെ പോലെയുള്ള ആളുകൾക്ക് ഇങ്ങനെ ഒരു പാലാഴി മഥനത്തിന്, ഈ കടലിനുള്ളിൽ നിന്ന് അമൃതകുംഭം ഒരിക്കൽ പുറത്തു വരും എന്ന ഉറപ്പോട് കൂടിയിട്ട് ഈ വലിയ സാഗരമന്ഥനത്തിന് ഇറങ്ങിത്തിരിക്കാൻ സാധിച്ചത്. അതിൽ വിജയിച്ച മനുഷ്യനാണ് അദ്ദേഹം. ഒരു വലിയ വിപ്ലവമാണ് അദ്ദേഹം സാധ്യമാക്കിയത്. ഒരുപക്ഷെ എന്താണ്, ഒരു വലിയ വിഭാഗത്തിന്റെ, ഒരു വരേണ്യ വിഭാഗത്തിന്റെ മാത്രം സമ്പാദ്യമായിരുന്ന വേദേതിഹാസങ്ങൾ, പുരാണങ്ങൾ, ഉപനിഷത്തുകൾ, ഇതെങ്ങനെയാണോ നിരന്തരമായിട്ടുള്ള സാധനയിലൂടെ ഒരിക്കൽ ഭഗീരഥൻ ദേവഗംഗയെ ഭൂമിയിലേക്ക് എത്തിക്കുന്നത്, അതുപോലെ ഈ എലൈറ്റിന്റെ കയ്യിൽ മാത്രം ഇരുന്നിരുന്ന ഹൈന്ദവ വിജ്ഞാനത്തെ ഏറ്റവും സാധാരണക്കാരന്റെ വീടുകളിലേക്ക് എത്തിച്ച ആധുനിക ഭഗീരഥനായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഈ അമ്പലപ്പറമ്പുകളിലേക്ക്, ഞാനിപ്പോ പല സ്ഥലങ്ങളിലും പ്രഭാഷണത്തിന് പോകുമ്പോൾ എൻ്റെ അടുത്ത് ആളുകൾ ചോദിക്കും, ഞാൻ വക്കീലാണ്, ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള ആളാണ്, ഞാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അഡീഷണൽ സ്റ്റാൻഡിംഗ് കൗൺസിലായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്, BJPയുടെ ഇന്റലക്ച്വൽ സെല്ലിന്റെ സ്റ്റേറ്റ് കൺവീനറാണ്, ചാനൽ ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്ന ആളാണ്. അങ്ങനെ ഒരാൾ അമ്പലത്തിലൊക്കെ പ്രഭാഷണത്തിന് പോകുന്ന കുറച്ചിലല്ലേ, അമ്പലത്തിലൊക്കെ പ്രഭാഷണത്തിന് പോകാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ പറയും, ഡോക്ടർ എൻ ഗോപാലകൃഷ്ണനൊക്കെ പോയിരുന്ന സ്ഥലത്തേക്ക് പ്രഭാഷണത്തിന് പോകുന്നത് എന്ന് പറഞ്ഞാൽ അഭിമാനമുള്ള കാര്യമല്ലേ. പക്ഷേ ഈ ഒരു കാഴ്ചപ്പാടിനെ ആദ്യമായിട്ട് ഒട്ടക്കിയാണ് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ. നിങ്ങളെ പോലെയുള്ള ആളുകൾ സെമിനാറിലും സിമ്പോസിയത്തിലും മാത്രം സംസാരിക്കുക, അമ്പലങ്ങളിലെ പ്രഭാഷണങ്ങൾക്ക് ഈ പറയുന്ന ശാസ്ത്രമൊന്നും അറിയാത്ത, പഴംപുരാണവും കഥയും മാത്രം പറയാൻ അറിയുന്ന സാധാരണക്കാർ മാത്രം സംസാരിക്കുക എന്ന് പറയുന്ന ബൈനറിയെ തകർത്തുകൊണ്ട് ക്ഷേത്രങ്ങളെ വീണ്ടും ജ്ഞാനത്തിന്റെ ഭൂമികളാക്കി മാറ്റിയ അദ്ദേഹം. നമ്മൾ ഈ ക്ഷേത്രങ്ങളെ, സരസ്വതി ക്ഷേത്രങ്ങളെ നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെ വിജ്ഞാനത്തിന്റെ ആലയങ്ങളായി തന്നെയാണ് സങ്കല്പിച്ചിട്ടുള്ളത്. ഈ രാജ്യത്തിന്റെ വിജ്ഞാന പാരമ്പര്യം കൈമാറ്റം ചെയ്യപ്പെട്ടത് ക്ഷേത്രങ്ങളിലൂടെ തന്നെയാണ്. പിന്നീടാണ് പഠിക്കേണ്ടത് മറ്റൊരു സ്ഥലത്തും ആരാധിക്കേണ്ടത് മറ്റൊരു സ്ഥലത്തും എന്നൊരു കാഴ്ചപ്പാടുണ്ടായത്. ഇവിടെ പഠനം തന്നെയാണ് ഏറ്റവും വലിയ ആരാധന, വിദ്യ തന്നെയാണ് ഏറ്റവും വലിയ ഈശ്വരൻ എന്ന് പഠിപ്പിച്ചുള്ള സംസ്കാരമാണിത്. ആ സംസ്കാരത്തെ പുനർനിർമ്മിക്കുകയാണ് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ പോലുള്ള ആളുകൾ ചെയ്തത്. അപ്പോൾ അതൊരു വലിയ വിപ്ലവമായിരുന്നു. അങ്ങനെ സാധാരണക്കാരുടെ വീടുകളിലേക്ക് വരെ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണന്റെ ശബ്ദത്തിൽ, ശ്രുതികളായിട്ടാണല്ലോ വേദങ്ങൾ പോലും ആവിർഭവിക്കുന്നത്. ഇത് എഴുതി വെക്കുന്ന പാരമ്പര്യമൊക്കെ പിന്നെയല്ലേ ഉണ്ടായത്, കേട്ടതാണ് ശ്രുതി. അങ്ങനെ വീണ്ടും ശ്രുതികളുടെ പാരമ്പര്യത്തെ പുനർജനിപ്പിച്ചുകൊണ്ട് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണന്റെ ശബ്ദത്തിലാണ് മലയാളി ഹിന്ദു അവന്റെ ഗതകാല പ്രൗഢിയുടെ കഥ, അവന്റെ പഴമയുടെ ഗരിമയുടെ കഥ, അവന്റെ സംസ്കാരത്തിന്റെ ഔന്നത്യത്തിന്റെ കഥ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണന്റെ ശബ്ദത്തിലൂടെയാണ് മലയാളി ഹിന്ദു വീണ്ടും കേൾക്കുന്നത്. അതിവിടെ സൃഷ്ടിച്ചിട്ടുള്ളൊരു അഭിമാനത്തിന്റെ ആഘോഷമുണ്ട്. ഓരോ ആൾക്കും ഞാൻ ഹിന്ദു ആണെന്ന് പറയുന്നതിൽ ഒരു ആത്മവിശ്വാസം ഉണ്ടായി, അല്ലെ? ഒരു സ്വത്വത്തെ പ്രഖ്യാപിക്കാൻ, കൂടുതൽ അറിയാൻ, ആ അറിവിനെ കൂടുതൽ പേരിലേക്ക് പകരാൻ, ആ അറിവിനെ ആഘോഷിക്കാനുള്ള വലിയൊരു വൈജ്ഞാനിക അന്തരീക്ഷം, ഒരു വിചാര വിപ്ലവം ഇവിടെ സാധിച്ചു. അമ്പലപ്പറമ്പുകളിലൊക്കെ ഗാനമേളകളും അല്ലെങ്കിൽ ഡപ്പാങ്കൂത്തുകളും മാത്രം നടന്നിരുന്ന സ്ഥലങ്ങളിൽ ആധ്യാത്മിക പ്രഭാഷണങ്ങൾക്ക് വീണ്ടും സ്ഥാനം കിട്ടി. വീടുകളിൽ പോലും ആധ്യാത്മിക പ്രഭാഷണങ്ങൾ.
അങ്ങനെ ഒരുപാട് ആളുകളിലേക്ക് അറിവ്. IISHS ഒക്കെ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് ഒക്കെ അക്കാലത്ത് ചെയ്തിട്ടുള്ള സേവനങ്ങൾ വളരെ വലുതാണ്. 3 രൂപയ്ക്ക് 5 രൂപ ഞാൻ മേടിക്കുന്ന സമയത്താണ് 3 രൂപയ്ക്കും 5 രൂപയ്ക്കും ഒക്കെയാണ് IISHന്റെ പുസ്തകങ്ങൾ കിട്ടിയിരുന്നത്. ഇത് വിജ്ഞാനദാഹികളുടെ ഷെൽഫുകൾ നിറച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അങ്ങനെ ഒരു വലിയ വിപ്ലവം ഇവിടെ സാധ്യമാക്കി. ഒരുപക്ഷെ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണനൊക്കെ ഉഴുതു മറിച്ചിട്ട മണ്ണിലാണ് 2014 ശേഷം ഇവിടെ യഥാർത്ഥത്തിൽ വിളവുണ്ടായി തുടങ്ങിയത്. അങ്ങനെയുള്ള ആളുകൾ ഒരു കാലത്ത് ഈ ഉഷര ഭൂമിയിൽ ഇങ്ങനെ ഒരു പ്രവർത്തനം നടത്തിയിട്ടില്ലെങ്കിൽ 2018 ശബരിമല പ്രക്ഷോഭം നടത്താനുള്ള ശേഷിയുള്ള ഒരു സമൂഹമായിട്ട് മലയാളി ഹിന്ദു സമൂഹം മാറുമായിരുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 1921 വെട്ടാൻ വന്നവന്റെ അടുത്ത് കഴുത്ത് നീട്ടി കൊടുക്കാൻ മാത്രം സാധിക്കുമായിരുന്ന ഒരു സമൂഹത്തെ ഒരു നൂറ്റാണ്ട് കൊണ്ട് കൂടുതൽ ദുർബലനായിട്ടല്ല, കൂടുതൽ കരുത്തരായിട്ടാണ് നമ്മൾ മാറ്റിയെടുത്തത്. നിരന്തരമായിട്ടുള്ള ഋഷീശ്വരന്മാരായിട്ടുള്ള അവതാരങ്ങളായിട്ടുള്ള ഒരുപാട് ആളുകളുടെ ഇടപെടലുണ്ട് അതിൽ. സത്യാനന്ദ സരസ്വതിയെ പോലെയുള്ള ആളുകളുണ്ട്. ഇംഗ്ലീഷ് സ്പീക്കിംഗ് എലൈറ്റിന്റെ ഇടയിലേക്ക് ഈ ഹൈന്ദവ ധർമ്മത്തിന്റെ ആശയങ്ങളെ എത്തിച്ചിട്ടുള്ള ചിന്മയാനന്ദ സ്വാമികളെ പോലെയുള്ള ആളുകളുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും സാധാരണക്കാരന്റെ ഇടയിലേക്ക് ഭാരതീയ ഉപനിഷത്തുകളുടെ അല്ലെങ്കിൽ വേദങ്ങളുടെ പുരാണങ്ങളുടെ സത്തയെ എത്തിക്കുന്ന ഡോക്ടർ എൻ ഗോപാലകൃഷ്ണനെ പോലെയുള്ള ആളുകളുണ്ട്. ഇവരുണ്ടാക്കിയിട്ടുള്ളൊരു വിപ്ലവമാണ്. ഒരു പക്ഷേ 2018 ആയപ്പോഴേക്കും അവനവൻ്റെ ആചാരങ്ങളും അവനവൻ്റെ അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കാൻ വേണ്ടി രാജ്യത്തെ ഏറ്റവും വലിയ എസ്റ്റാബ്ലിഷ്മെന്റുകളെ വെല്ലുവിളിക്കുന്ന ഒരു സമൂഹമായിട്ട് സങ്കല്പിച്ചിരുന്നോ മലയാളി ഹിന്ദുവിനെ കൊണ്ട് ഇത് പറ്റുന്നു? ഒരു യുദ്ധതന്ത്രജ്ഞൻ നോക്കിയാലും ഒരു കാരണവശാലും ജയിക്കാത്തൊരു യുദ്ധമാണത്. ഒരു തരത്തിലുള്ള പ്രപ്പോഷനും ഇല്ല, ഒരു തരത്തിലുള്ള താരതമ്യമില്ല രണ്ട് സൈന്യവും തമ്മിൽ. ഒരു ഭാഗത്ത് നിൽക്കുന്ന ആരാ? രാജ്യത്തെ ഏറ്റവും ശക്തിയുള്ള സ്ഥാപനങ്ങൾ, സുപ്രീം കോടതി, കേരള സർക്കാർ, കേരള പോലീസ്, ഇടതുപക്ഷം, മാധ്യമങ്ങൾ, ബുദ്ധിജീവികൾ, സാംസ്കാരിക നായകന്മാർ ഒക്കെ ഒരു പക്ഷത്ത്. ഇപ്പുറത്തെ സാധാരണക്കാരനായിട്ടുള്ള വിശ്വാസി ഹിന്ദു. എന്താണ് ആയുധം? ഭക്തി മാത്രമാണ് ആയുധം. എന്താണ് മുദ്രാവാക്യം? സ്വാമിയെ ശരണമയ്യപ്പ. ആരാണ് നായകൻ? സ്വാമി അയ്യപ്പൻ തന്നെ നായകൻ. പക്ഷേ യുദ്ധം കഴിഞ്ഞപ്പോൾ ആ സാധാരണക്കാരനായിട്ടുള്ള വിശ്വാസി ഹിന്ദു ഇപ്പോഴും ഈ പറയുന്ന വലിയ സ്ഥാപനങ്ങളെ മുഴുവൻ തോൽപ്പിച്ച് വിജയിച്ച് നിൽക്കുകയാണ്. ആര് തന്നു ഈ കരുത്ത്? നമ്മുടെ ഉള്ളിൽ നിന്ന് കണ്ടെടുത്തു ആ കരുത്ത്. പക്ഷെ ആര് പറഞ്ഞു തന്നു നമ്മളോട് നിങ്ങളുടെ ഉള്ളിൽ ആ കരുത്തുന്നുണ്ടെന്ന്? ഡോക്ടർ എൻ ഗോപാലകൃഷ്ണനെ പോലെയുള്ള മനുഷ്യർ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു വലിയ വിപ്ലവത്തെ, ഒരു ജ്ഞാന വിപ്ലവത്തെ ഈ മണ്ണിൽ സാധ്യമാക്കിയ മനുഷ്യൻ എന്ന രീതിയിലാണ് അദ്ദേഹത്തെ നമ്മൾ ഓർക്കേണ്ടത്. ഇനി വരുന്ന തലമുറകളും അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കും. നമ്മളെന്നല്ല, ഇനി വരുന്ന എത്രയോ തലമുറകളും. ഇവിടെ വീണ്ടും നമുക്ക് നിവർന്നു നിന്ന് ഞാൻ ഹിന്ദുവാണെന്ന് അഭിമാനത്തോടുകൂടി പറയുന്നു. ഭഗവത്ഗീതയും കുറെ മുലകളും എഴുതിയപ്പോൾ പ്രതിഷേധിക്കാതിരുന്നൊരു സമൂഹം, നിർമാല്യം എന്ന സിനിമയിൽ ദേവിക്ക് നേരെ കാർക്കിച്ച് തുപ്പിയതിന് ദേശീയ പുരസ്കാരം കിട്ടിയപ്പോൾ അത് വലിയ കലയുടെ ആവിഷ്കാരമാണെന്ന് കരുതിയിരുന്ന സമൂഹം, ആ സമൂഹം ഇന്ന് മീശ നോവൽ എഴുതിയപ്പോൾ പ്രതിഷേധിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഈ സമാജത്തിന് മാറ്റം വന്നിട്ടുണ്ട്. മാറ്റം വരുത്തിയ ആളുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റത്തിന് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണനെ പോലെയുള്ള ആളുകളോട് ഈ സമാജം എന്നും കടപ്പെട്ടിരിക്കും. വ്യക്തിപരമായി ഞാനും എന്നും കടപ്പെട്ടിരിക്കും. അദ്ദേഹം ആമുഖ ഭാഷണത്തിൽ പറഞ്ഞ പോലെ എൻ്റെ ആദ്യത്തെ പ്രഭാഷണം ഡോക്ടർ എൻ ഗോപാലകൃഷ്ണന്റെ പ്രസംഗമാണ്. ഡോക്ടർ എൻ ഗോപാലകൃഷ്ണന്റെ ഒരു പ്രസംഗം കാറിലിരുന്ന് കേട്ടത്, ഞങ്ങൾ ദൂരയാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ഹരിദാസൻ എന്ന് പറയുന്ന ഒരു ടാക്സി ഡ്രൈവറാണ് ഞങ്ങളുടെ നാട്ടിൽ. അദ്ദേഹത്തിൻ്റെ ടാക്സിയിലാണ് പോവാം. അപ്പോൾ അച്ഛനും ഗോപാലകൃഷ്ണൻ ഈ ഹരിദാസേട്ടനും തമ്മിലുള്ള സംവാദങ്ങളാണ് സാധാരണ ടാക്സി യാത്രകളെ കൊഴിപ്പിക്കാറുള്ളത്. പക്ഷേ 2003 ആയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കാറിൽ ഈ CD പ്ലെയർ വെച്ച് തുടങ്ങിയ സമയം തൊട്ട് അദ്ദേഹം ആധ്യാത്മിക പ്രഭാഷണങ്ങൾ വെക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു യാത്രയിലാണ് ഞാൻ ആദ്യമായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കഴിയുന്നത് വരെ നമ്മൾ എണീറ്റ് പോകാൻ സംഭവിക്കാത്ത ഒരു കാന്തികാകർഷണമുള്ളൊരു മന്ത്ര ശബ്ദമാണ് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ്റെ. ആ ശബ്ദം ഞാൻ ആദ്യം കേൾക്കുന്നത് ഈ ടാക്സിയിൽ ഇരുന്നുകൊണ്ടാണ്. 2 മണിക്കൂറുള്ള യാത്രയാണ്. ഒരു പ്രഭാഷണം മുഴുവൻ ഞാൻ കേട്ടു. സത്യം പറഞ്ഞാൽ ഒരു പുഴയിൽ ഇറങ്ങിയതുപോലെ, ഒന്ന് മുങ്ങി കുളിച്ചതുപോലത്തെ ഒരു അനുഭവമായിരുന്നു. ആ പുഴയിൽ നിന്ന് പിന്നെ കരകയറിയത് പഴയ ആള് തന്നെ ആയിരുന്നില്ല. ആ പ്രഭാഷണമാണ് എനിക്കിപ്പോഴും ആ പ്രഭാഷണത്തിന്റെ ആദ്യത്തെ ഒരു ഓർമ്മയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ 2 കൈകളും ഇങ്ങനെ 2 വശത്തേക്കും വിടർത്തി പിടിക്കുക. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ കാണുന്ന ഒരു 180 ഡിഗ്രി ഉണ്ടല്ലോ, ആ 180 ഡിഗ്രി ആധുനിക ശാസ്ത്രത്തിന്റെ സംഭാവനകളാണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങളുടെ പിന്നിലും ഒരു 180 ഡിഗ്രി ഉണ്ട്. ആ 180 ഡിഗ്രിയിൽ ഇതെല്ലാം സാധ്യമാക്കിയിട്ടുള്ള ഭാരതത്തിന്റെ ശാസ്ത്രീയ പാരമ്പര്യമാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. മുന്നിലുള്ള 180 ഡിഗ്രി മാത്രമായിട്ടൊന്നും നടക്കില്ല. ഇതിന്റെ പിന്നിൽ ഇതൊക്കെ സാധ്യമാക്കിയുള്ള 180 ഡിഗ്രി ഉണ്ട്. പതിറ്റാണ്ടുകളുടെ ഭാരതീയ ഋഷീശ്വരന്മാരുടെ പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിശ്വസിച്ചിട്ടുള്ള സമൂഹത്തിന്റെ കണ്ടെത്തലുകളുണ്ട്. അവരുടെ വിജ്ഞാന തപസ്സുണ്ട്. അതിൽ നിന്നാണ് ഈ 180 ഡിഗ്രി, മുന്നിലെ 180 ഡിഗ്രി സാധ്യമാവുന്നത്. ഇങ്ങനെ ഈ ചിത്രത്തെ കാണുമ്പോഴാണ് അതൊരു പൂർണ്ണവൃത്തമാകുന്നത്. 360 ഡിഗ്രിയുടെ ഒരു പൂർണ്ണവൃത്തം എന്ന് പറയുന്ന ഒരു പ്രഭാഷണമുണ്ട്. ഇതാണ് ഞാൻ ആദ്യമായിട്ട് ക്ലാസ്സിൽ പോയിട്ട് പറയുന്നത്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് ഡെസ്കിന് മുകളിൽ
കയറിയിരുന്ന് 2 കൈ വീശിയിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ കാണുന്ന 150 ഡിഗ്രി ഉണ്ടല്ലോ. അപ്പോൾ ക്ലാസ്സിലെ 2 സൈഡിലും കുട്ടികളൊക്കെ ആദ്യമായിട്ട് വന്നിരിക്കും. കാരണം എനിക്ക് എന്തെങ്കിലും ഒരു പ്രതിഭയുണ്ടെന്ന് വേറെ ആരെങ്കിലും പോട്ടെ, ഞാൻ പോലും അന്നോളം വിശ്വസിച്ചിരുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു കഴിവ്, ഒരു മിന്നലാട്ടം പോലും അന്നോളം പ്രകടിപ്പിച്ചിട്ടുള്ള ഒരാളല്ല ഞാൻ. ഒരു വെകിളിയായിട്ട് എല്ലാവരും പരിഗണിച്ചിരുന്ന ഒരാളാണ്. സ്ഥിരമായിട്ട് വഴക്കുണ്ടാക്കുക, ഉച്ചത്തിൽ സംസാരിക്കുക, ബഹളമൊക്കെ ഉണ്ടാക്കുക. അതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രതിഭയുണ്ടെന്ന്, എന്തെങ്കിലും കഴിവുണ്ടെന്നൊന്നും ആർക്കും ഒരു സംശയം പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരാള് ഒരു ദിവസം സുപ്രഭാതത്തിൽ പെട്ടെന്ന് വന്നിട്ട് വളരെ ഗൗരവമായിട്ടൊരു പ്രഭാഷണം നടത്തുകയാണ്. അതും ഈ 8ാം ക്ലാസ്സിലെ കുട്ടികൾ അന്ന് വരെ കേട്ടിട്ടില്ലാത്ത വാക്കുകളാണ്. നാസയിലെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ്, കെർലിയൻ ഫോട്ടോഗ്രാഫി, ഹാലോ, ഗായത്രി മന്ത്രത്തിന്റെ എനർജി ഫീൽഡ് തുടങ്ങിയിട്ടുള്ള വാക്കുകളൊക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ആവേശം, ഭയങ്കരമായിട്ടുള്ള ഒരു എന്താണ്, അജ്ഞതയല്ല, അറിയാത്ത കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന പരിഭ്രമമല്ല, ഇനിയും കേൾക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടല്ലോ, ആ ഒരു ആഗ്രഹമാണ്. അന്ന് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് ഈ ക്ലാസ് തുടങ്ങാനുള്ള ബെല്ലടിച്ചപ്പോൾ എല്ലാ കുട്ടികളും വളരെ നിരാശയിലായി. അയ്യോ എന്ന് പറഞ്ഞു. കാരണം ഇത് നിൽക്കല്ലേ, പ്രഭാഷണം നിൽക്കുകയല്ലേ, നാളെ വീണ്ടും ബാക്കി വന്ന് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോയത്. ഇത് എനിക്കുണ്ടാക്കിയിട്ടുള്ളൊരു മാറ്റമുണ്ട്. കാരണം ആദ്യമായിട്ട് നമ്മളെ കേൾക്കാൻ വേണ്ടി ആളുകൾ കൂടുകയാണ്. അന്ന് വരെ അവരുടെ കണ്ണിൽ കാണാത്തൊരു ആരാധന, നമ്മൾ പറയുന്നത് കേൾക്കാനുള്ളൊരു ഒരു താല്പര്യം അവരുടെ മനസ്സിൽ തോന്നുകയാണ്. നമുക്ക് നമ്മളെ പറ്റിയിട്ട് തന്നെയുള്ള കാഴ്ചപ്പാട് മാറുമല്ലോ. ഇവരെ കേൾപ്പിക്കാനാണെങ്കിൽ ഇനി കുറച്ചുകൂടി പഠിക്കണം, ഇനി ഇതുപോലെ പറയണം എന്നൊരു തോന്നലുണ്ടല്ലോ. അതിൽ നിന്നാണ് ഒരു പക്ഷേ വീണ്ടും ഞാൻ ഈ ഇതുകൾ കേൾക്കാനും ഇത്തരത്തിൽ പ്രഭാഷണങ്ങൾ നടത്താനും ഒക്കെ ആരംഭിക്കുന്നത്. വ്യക്തിപരമായിട്ട് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചിട്ടുള്ള ഒരാളാണ്. അച്ഛൻ പറയും, എൻ്റെ എന്താണ്, കല്ലിനെ, അങ്ങനൊരു ശ്രീരാമനെ പറ്റി പറയുമല്ലോ, കാട്ടാളനെ കവിയാക്കിയ നാമം, കല്ലിനെ കന്യകയാക്കിയ മന്ത്രം എന്ന് പറയും. അപ്പോൾ കാട്ടാളനെ കവിയാക്കിയത് രാമനാണെങ്കിൽ ഈ വെകിളിയെ വിദ്വാനാക്കിയത് ഒരു കൃഷ്ണനാണ്. ആ കൃഷ്ണനാണ് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിപരമായിട്ടുള്ള അനുഭവം എനിക്കും അദ്ദേഹമായിട്ടുണ്ട്. അദ്ദേഹത്തെ നേരിട്ട് കാണാൻ വളരെ അപൂർവമായി 2-3 സന്ദർഭങ്ങളിലാണ് എനിക്ക് സാധിച്ചിട്ടുള്ളത്. ആദ്യമായിട്ട് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കാണുന്നത്, ഞാൻ ആദ്യം കാണാൻ പോയ സമയത്ത് എനിക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റിയില്ല കേട്ടോ. അദ്ദേഹം ഗുരുവായൂർ വരുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് 10-15 കിലോമീറ്റർ അപ്പുറത്താണ് ഗുരുവായൂർ. അപ്പോൾ ഞാൻ ഗുരുവായൂർക്ക് ബസ് പിടിച്ച് പോയി. പക്ഷെ ഞാൻ എത്തിയപ്പോഴേക്കും അദ്ദേഹം അവിടുത്തെ പരിപാടി കഴിഞ്ഞ് മടങ്ങിപ്പോയിരുന്നു. അപ്പോൾ ആദ്യത്തെ എൻ്റെ അവസരത്തിൽ എനിക്ക് വലിയ നിരാശയുണ്ടായത്. പക്ഷെ രണ്ടാമത് 2019 അമൃത TV-യിൽ അയ്യപ്പ ദർശനം എന്ന് പറയുന്ന പരിപാടിയിൽ ഞാൻ പാനലിസ്റ്റായിട്ട് പങ്കെടുക്കുമ്പോൾ, തിരുവനന്തപുരത്താണ്, അന്ന് അദ്ദേഹവും ആ പരിപാടിയിലുണ്ട് ഒരു പാനലിസ്റ്റായിട്ട്. അപ്പോൾ അദ്ദേഹം 10-30 വർഷങ്ങളായിട്ട് പ്രഭാഷണ മേഖലയിൽ വളരെ പരിചിതരായിട്ടുള്ള ഒരാളാണ്. ഞാൻ എൻ്റെ ആദ്യത്തെയോ 2ാമത്തെയോ ചാനൽ ചർച്ചയാണ്. അപ്പോൾ എന്നെ പോലത്തെ ഒരു ന്യൂ കമറെ അദ്ദേഹത്തിന് മാനിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അദ്ദേഹത്തിന് എന്നെ പരിചയമില്ല എന്ന് തന്നെ ഭാവിക്കാം. അതിനുള്ള എല്ലാ അധികാരവും അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു ലാളിത്യം കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു പെരുമാറ്റത്തിൻ്റെ ഒരു സൗകുമാര്യം കൊണ്ട് അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു, ചർച്ചകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഫേസ്ബുക്കിലെ പോസ്റ്റുകളൊക്കെ കണ്ടിട്ടുണ്ട്, ശബരിമലയിൽ ഇപ്പോൾ റിവ്യൂ ഹർജി പെൻഡിങ് ആണല്ലോ, ആ റിവ്യൂ ഹർജിയുടെ നിയമസാധുതയെ പറ്റിയിട്ട് ഒരു 5 മിനിറ്റ് സംസാരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ യൂട്യൂബ് പേജിൽ കൊടുക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണിൽ എൻ്റെ ഒരു വീഡിയോ, ആ ശബരിമലയുടെ റിവ്യൂ പെറ്റീഷൻസിൻ്റെ നിയമപരമായിട്ടുള്ള സാധുതയെ പറ്റി ഞാൻ പറയുന്നത്, ആ വീഡിയോ അദ്ദേഹം എടുത്തു. അത് അദ്ദേഹത്തിൻ്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ആദ്യവും അവസാനവും അദ്ദേഹം എന്നെ പറ്റി വളരെ നല്ല വാക്കുകൾ പറഞ്ഞു. ഞാനിത് വീട്ടിൽ കൊണ്ടിട്ട് അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു, കണ്ടോ അതാ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ എന്നെ പറ്റി വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അമ്മ എടുത്ത വാക്കി പറഞ്ഞത്, കാണാൻ അച്ഛനില്ലാണ്ട പോയല്ലോ എന്നാണ്. അച്ഛനപ്പോഴേക്കും മരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ ഞാൻ കാണുന്നത് മള്ളിയൂർ വെച്ചിട്ടാണ്. ഏറ്റവും അവസാനത്തെ പ്രഭാഷണം നടക്കുന്ന വേദിയിലാണ്. ഇതിനിടയിൽ പലവട്ടം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഏറ്റവും അവസാനം നടക്കുന്നത് മള്ളിയൂരാണ്. അന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ എൻ്റെ പ്രഭാഷണം നടക്കുമ്പോൾ തന്നെ ഗോപാലകൃഷ്ണൻ സാർ വന്നു, നേരത്തെ വന്നു. അദ്ദേഹം എൻ്റെ പ്രഭാഷണം മുഴുവൻ കേൾക്കുന്നവർ അദ്ദേഹം വളരെ താല്പര്യത്തോടു കൂടി മുൻവരിയിൽ ഇരുന്ന് കേട്ടു. എല്ലാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ ആക്സിഡൻറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള സമയമാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ ആരോഗ്യസ്ഥിതിനെ പറ്റിയിട്ടും അസുഖമൊക്കെ പൂർണ്ണമായിട്ട് മാറിയോ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് പ്രഭാഷണം നന്നായി എന്നൊക്കെ പറഞ്ഞു, തലേ കൈവച്ച് അനുഗ്രഹിച്ചു എന്നെ. എന്നിട്ട് അദ്ദേഹം വേദിയിൽ പോയിട്ട് പ്രസംഗം തുടങ്ങുമ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞത്, ശങ്കുട്ടിദാസ് പ്രഭാഷണം നിർത്തിയിടത്തുനിന്ന് പിന്നെ തുടങ്ങുക എന്ന് പറയുന്നത് ഭയങ്കര ചാലഞ്ചാണ് എന്ന് പറഞ്ഞിട്ടാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയൊരു അംഗീകാരമായിരുന്നു. ഞാനപ്പോൾ ആലോചിച്ചു, ഇത് കേൾക്കാൻ അച്ഛനില്ലാണ്ട പോയല്ലോ എന്ന്. ഏറ്റവും അദ്ദേഹം മരിച്ചെന്ന് മനസ്സിലായ ദിവസം അദ്ദേഹത്തിൻ്റെ പഴയ പ്രഭാഷണങ്ങൾ കേൾക്കാൻ വേണ്ടി ഞാൻ യൂട്യൂബിലേക്ക് സെർച്ച് ചെയ്യുന്ന സമയത്ത്, ഞാൻ അസുഖമായി കിടക്കുന്ന സമയത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള ധാരാളം വീഡിയോകൾ, അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെ പറ്റി അന്വേഷിച്ചുകൊണ്ടും അതിൽ ഉദ്വേഗം പ്രകടിപ്പിച്ചുകൊണ്ടും ഒക്കെ ചെയ്തിട്ടുള്ള ധാരാളം വീഡിയോകൾ കാണാനിടയായി. അപ്പോഴാണ് ഞാനത് കാണുന്നത്. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഉത്കണ്ഠ കണ്ടപ്പോൾ എനിക്ക് തോന്നി, എനിക്ക് അസുഖം പറ്റി കിടക്കുന്ന സമയത്ത് അച്ഛനില്ലാതായി പോയത് എത്ര നന്നായി. കാരണം അദ്ദേഹത്തിന് എത്ര ടെൻഷൻ ആവുകയാണെങ്കിൽ അച്ഛൻ എത്രത്തോളം പരിഭ്രമിക്കുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. എനിക്ക് തോന്നുന്നു ഡോക്ടർ എൻ ഗോപാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട് ഓർമ്മകൾ പങ്കുവെക്കുമ്പോഴെല്ലാം എൻ്റെ മനസ്സിലേക്ക് റിക്കറിംഗ് ആയിട്ട് വരുന്നൊരു ചിത്രം എൻ്റെ അച്ഛൻ്റെയാണ്. കാരണം എൻ്റെ അച്ഛൻ ഒരു ഗുരു എന്ന് പറയുന്ന സങ്കല്പവുമായി വളരെ ചേർന്ന് നിൽക്കുന്നത് കൊണ്ടായിരിക്കാം ഗുരുനാഥന്മാരിലെല്ലാം ഞാൻ എൻ്റെ അച്ഛൻ്റെ മുഖമാണ് കാണാറുള്ളത്. പരമേശ്വർജിയിലാണെങ്കിലും എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഡോക്ടർ കൃഷ്ണൻ
ജാക്ക് സാറിലാണെങ്കിലും ഡോക്ടർ എൻ ഗോപാലകൃഷ്ണനിലാണെങ്കിലും ഒക്കെ അച്ഛൻ്റെ ഒരു ഛായ പലപ്പോഴും എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഡോക്ടർ എൻ ഗോപാലകൃഷ്ണനുമായിട്ടുള്ള എൻ്റെ ഏറ്റവും വലിയ ബന്ധം, ഒരുപക്ഷെ നിങ്ങൾക്കൊന്നുമില്ലാത്തൊരു ബന്ധം, ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ്റെ ശരീരത്തിൽ അവസാനമായി സ്പർശിച്ചാണ് ഞാനാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടക്കുന്ന സമയം ഞാൻ അദ്ദേഹത്തിനെ അവസാനമായിട്ട് കാണണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, തീർച്ചയായും ഉണ്ടായിരുന്നു. എനിക്ക് അന്ന് ആലയിലെ ഹിന്ദുമത പരിഷത്തിൽ സംസാരിക്കാനുണ്ടായിരുന്നു. അന്ന് ഞാൻ ആ പരിഷത്തിലേക്ക് പോകുന്നതിന് വളരെ മുമ്പേ ഇറങ്ങി തൃപ്പൂണിത്തുറയിലെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തെ കാണണമെന്ന് തീരുമാനിച്ചു. അവിടെ ഞാൻ തൃപ്പൂണിത്തുറയിലെ വീട്ടിലെത്തിയ സമയത്ത് അവിടെ നിന്ന് പുറത്തു നിന്ന് ആളുകൾ പറഞ്ഞു, ഇപ്പം കൊണ്ടുപോയിട്ടേ ഉള്ളൂ, ശ്മശാനത്തിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞു. പോയിക്കോളൂ, എത്തും എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ആരും പറയുന്നുണ്ട്, എന്തായാലും കാണും, പോയിക്കോളൂ. വഴിയിൽ കാത്തു നിന്നതുപോലെ ഒരാൾ കൈ കാണിച്ചിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ വഴി തെറ്റാൻ സാധ്യതയുണ്ട്, ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കാറിൽ കയറി ഞങ്ങളെ കൃത്യസ്ഥലത്ത് കൊണ്ടുപോയി. ഞാൻ എത്തുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ശിലയിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ചൂള മൂടിയിട്ടുണ്ടായിരുന്നില്ല. അവസാനമായിട്ട് ആർക്കെങ്കിലും തൊട്ട് പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ ആവാമെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും അവസാനമായി ചെന്ന് അദ്ദേഹത്തിൻ്റെ കാലിൽ സ്പർശിച്ച് സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരാം എന്ന് പറഞ്ഞ് ഞാൻ ആ കൈ ഇങ്ങനെ കണ്ണിൽ വെച്ച് ആ സ്പർശനത്തിൻ്റെ ഒരു അനുഭൂതി ഇങ്ങനെ ഉള്ളിലേക്ക് എടുക്കുമ്പോഴാണ് ചൂള മൂടിയത്. പിന്നീട് നമ്മൾ കാണുന്നത് ഈ അഗ്നിജ്വാലകളാണ്. എനിക്ക് അക്ഷരാർത്ഥത്തിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രഭാഷണം ഉണ്ടല്ലോ, ഞാൻ അനുകരിച്ച ആദ്യത്തെ പ്രഭാഷണം, അതാണ് എനിക്ക് ഓർമ്മ വന്നത്. നമ്മുടെ കൈ ഇങ്ങനെ രണ്ട് വശത്തേക്കും വിടർത്തി പിടിക്കുമ്പോൾ നമ്മൾ മുന്നിൽ കാണുന്ന ഒരു 180 ഡിഗ്രി സാധ്യമാക്കുന്ന പിന്നിലെ 180 ഡിഗ്രി. എൻ്റെ തൊട്ട് പിന്നിലപ്പോൾ ആലയിലുള്ള അടുത്ത പ്രഭാഷണത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സംഘാടകർ കാത്തു നിൽക്കുകയായിരുന്നു. അടുത്ത പ്രഭാഷണ വേദി എൻ്റെ തൊട്ട് മുന്നിലാവട്ടെ എൻ്റെ ആദ്യത്തെ പ്രഭാഷണത്തിന് വേണ്ട അറിവും ആശയങ്ങളും എനിക്ക് തന്നിട്ടുള്ള ജ്വാലാമുഖിയായിട്ടുള്ള ഗുരുപരമ്പര നിന്ന ആളുകയായിരുന്നു. ഈ ആശയങ്ങൾക്ക് ഒരു കാലത്തിൽ നിന്ന് മറ്റൊരു കാലത്തിലേക്ക് സഞ്ചരിക്കാനുള്ള കേവലം ഒരു ഉപാധി മാത്രമായിട്ടുള്ള നശ്വരദേഹം പോലെ അദ്ദേഹത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ ഞാൻ ഈ സനാതന സത്യത്തിനെ പറ്റി തന്നെയാണ് ആലോചിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അവസാനമായി സ്പർശിച്ച ശിഷ്യൻ എന്ന അധികാരം കൂടി എനിക്കുണ്ട് എന്നുള്ളത് ഞാൻ ഈ വേദിയിൽ നിങ്ങളോട് പറയുകയാണ്. അദ്ദേഹത്തെ ഇങ്ങനെ ഓർക്കാൻ, ഇങ്ങനെയല്ല, അദ്ദേഹത്തെ ഇനിയും വളരെ വിപുലമായി, വളരെ സമുചിതമായി, വളരെ ദീർഘമായി തന്നെ ഓർക്കേണ്ടതുണ്ട്. 28-ാം തീയതി തൃപ്പൂണിത്തുറയിലുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. അന്ന് അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സഹോദരൻ പറഞ്ഞത്, അടുത്ത വർഷം മുതൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന കോൺഫറൻസായി, കോൺക്ലേവായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സ്പീക്കർമാർ വന്ന് വിവിധ വിഷയങ്ങളെ പറ്റി സംസാരിക്കുന്ന, അദ്ദേഹത്തിൻ്റെ ജീവിതം അർഹിക്കുന്ന രീതിയിലുള്ള ഒരു ശ്രദ്ധാഞ്ജലി, ഒരു വിജ്ഞാനത്തിൻ്റെ ഒരു ആഘോഷമായിട്ട് അദ്ദേഹത്തിൻ്റെ അനുസ്മരണ യോഗങ്ങളെ മാറ്റിയെടുക്കണമെന്നുള്ളതാണ്. അടുത്ത വർഷം മുതൽ അങ്ങനെയുള്ള ഒരു ഇൻ്റലക്ച്വൽ കോൺക്ലേവിലൂടെ അദ്ദേഹത്തെ അനുസ്മരിക്കാൻ നമുക്ക് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് സാധിക്കട്ടെ. ഇനിയും വേറെ ആളുകളിലേക്ക്, ഇനിയും വേറെ കാലങ്ങളിലേക്ക് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ആശയത്തെ പകർന്നു കൊടുക്കാൻ അദ്ദേഹം ബാക്കി വെച്ചിട്ടുള്ള നമ്മൾക്ക് സാധിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ മുഴങ്ങി നിൽക്കുന്ന ഈ വേദിയിൽ അതിനു മേലെ മറ്റൊരു പ്രഭാഷണത്തിന് ശോഭിക്കാനാവില്ലെന്ന് എനിക്കറിയാം. ഇവിടെ അദ്ദേഹത്തെ അനുസ്മരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുകയാണ്, ശ്രാദ്ധം അർപ്പിക്കുകയാണ്. കാരണം അത് നമ്മൾ ഓരോരുത്തരും നമുക്ക് ഈ സമാജത്തിന് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി ഇത്രയും സംഭാവന ചെയ്തിട്ടുള്ള ഒരു ഗുരുനാഥനോടുള്ള നമ്മുടെ എല്ലാ ഋഷി ഋണമാണത്, ഗുരു ഋണമാണത്. ആ ഋണം വീട്ടാനാണ് നാം എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരാണെന്ന് ഞാൻ ആരുമല്ല. അദ്ദേഹമൊക്കെ അതിനേക്കാൾ എത്രയോ മുകളിലെത്തിയിട്ടുള്ള ആളാണ്. വിഷ്ണുപാദത്തിൽ ലയിച്ച സദ്ഗതി വന്നിട്ടുള്ള മഹാത്മാവാണ്. ആ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് നിങ്ങളുടെ അനുഭവത്തോടു കൂടി നിർത്തുകയാണ്. നമസ്കാരം.